അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വിജ്ഞാനത്തിലൂടെ നമ്മുടെ സാംസ്കാരികമായ സമന്വയവും സാംസ്കാരികമായ നമ്മുടെ സാംസ്കാരികമായ കൈമാറ്റങ്ങളും വിജ്ഞാനത്തിലൂടെയാണല്ലോ അത് ഉണ്ടാകുന്നത്. SYS എന്നുള്ളത് നമുക്കറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ യുവജന വിങ്ങാണ്. കേരളീയ സമൂഹത്തിൽ വൈജ്ഞാനിക സംരംഭങ്ങൾ, ആ സംരംഭങ്ങളിലൂടെ ഇസ്ലാമിക സംസ്കാരത്തെ കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തുകയും പരിശുദ്ധമായ ഇസ്ലാമിക സംസ്കാരത്തിലൂടെ കേരളീയ സമൂഹത്തെ വളർത്തുവാൻ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. കേരളം എന്നുള്ള പ്രബുദ്ധമായ ഒരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും പ്രബുദ്ധത കൊണ്ട് അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമായ നമ്മുടെ കേരളം. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം ഇവിടെ തോളൊരുമി സമാധാനത്തോടെ സഹവർത്തിത്വത്തോടെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നമ്മുടെ കേരളത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ളൊരു കേരളീയമായ പശ്ചാത്തലത്തിൽ ഒരു മതമെന്ന നിലക്ക് ഇസ്ലാമും ഇവിടെ സജീവമായി പ്രവർത്തിക്കുകയാണ്. ഭൂരിപക്ഷ സമൂഹത്തിൽപ്പെട്ട ഹൈന്ദവ സമൂഹങ്ങൾ ഇവിടെയുണ്ട്, ക്രൈസ്തവ സമൂഹങ്ങൾ ഇവിടെയുണ്ട്. ഓരോ മതവിഭാഗവും അവരുടെ മതപരമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു വരുന്നുണ്ട്. ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്കും അത്തരത്തിലുള്ള മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നിർവഹിക്കുവാനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി വിജ്ഞാനത്തിലൂടെ ഇസ്ലാമിക സംസ്കാരത്തെ കേരളീയ സമൂഹത്തിന് സമർപ്പിക്കുവാൻ സാധിച്ചു സമസ്തക്ക്. ഇസ്ലാമിക സംസ്കാരത്തെ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുവാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തിരഞ്ഞെടുത്ത മാർഗം, അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തവും ചർച്ചാ വിഷയവും ആകേണ്ടത്. കാരണം വർത്തമാനകാല സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രകടിപ്പിച്ച ദീർഘവീക്ഷണം അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിജ്ഞാന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുവാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തയ്യാറായത്. പരമ്പരാഗതമായി നിലനിന്നിരുന്ന പള്ളി ദർസുകൾ തുടർന്നും അവയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിലനിർത്തുന്നു. അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളായി കാലികമായ മാറ്റത്തിൻ്റെ ഫലമായി ഉയർന്നു വന്നിട്ടുള്ള മദ്രസകൾ, ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസകൾ, പതിനായിരക്കണക്കിന് മദ്രസകൾ ഈ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഉലമാക്കളുടെ ഉത്ബോധനങ്ങൾ, നസീഹത്തുകൾ, തർബിയത്തുകൾ അവയെല്ലാം ഇവിടെ സജീവമായി നടത്തപ്പെടുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് യഥാർത്ഥമായ ഒരു ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ കേരളീയ സമൂഹത്തിന് കൈമാറുവാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. അപ്പോൾ വിജ്ഞാനമാണ് സംസ്കാരത്തെ സമൂഹത്തിന് സമർപ്പിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മാർഗം. അതുതന്നെയാണല്ലോ പരിശുദ്ധ ഖുർആനും നിർവഹിച്ചത്. പരിശുദ്ധ ഖുർആനും നിർവഹിച്ചത് അതുതന്നെയാണ്. ഇൽമിനെയാണ് പരിശുദ്ധ ഖുർആനും ആദ്യമായിട്ട് തന്നെ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. വായിക്കുവാനുള്ള അപേക്ഷയിലൂടെ ലോക സമൂഹത്തിൽ ഇസ്ലാമിക സംസ്കാരത്തെ എത്തിക്കാനാണ് ഖുർആൻ സന്നദ്ധമായത്. വായിക്കുക എന്നുള്ള സന്ദേശത്തിലൂടെയായിരുന്നു. വായിക്കുക എന്ന സന്ദേശത്തിലൂടെ ഹിറാ ഗുഹയിൽ പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹു നൽകിയിട്ടുള്ള ആഹ്വാനം
ആ ആഹ്വാനം ഉത്തമമായൊരു സംസ്കാരത്തിലേക്ക് ലോകത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമായിരുന്നു. അപ്പോൾ അറിവിൻ്റെ ആദ്യപടിയാണല്ലോ വായന എന്നുള്ളത്. ആ വായനയിലൂടെ അറിവിൻ്റെ മാർഗത്തിലേക്ക് വന്നു. ആ അറിവിൻ്റെ മാർഗത്തിലൂടെ സാംസ്കാരികമായിട്ടുള്ള വളർച്ചയിലേക്ക് സമൂഹത്തെ നയിക്കുവാനാണ് വിശുദ്ധ ഖുർആൻ തയ്യാറായിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا. قال سيدنا محمد صلى الله عليه وسلم: ارحموا من في الأرض يرحمكم من في السماء. ബഹുമാന്യനായ ഖുർആൻ സ്റ്റഡി സെന്റർ കേന്ദ്ര കമ്മിറ്റിയുടെ ചെയർമാൻ അഭിമന്യനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, സമസ്ത കേരള സെൻറ്റിഫിറ്റാറ്റ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം റഷീദ് ഫൈലി വെള്ളായിക്കോട് അവർകളെ, ബഹുമാന്യനായ സൈനുൽ ആബിദീൻ തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട ബാക്കബി ഉസ്താദ് അവർകളെ, ബഹുമാന്യനായ ഈ മഹത്തായ സംരംഭത്തിന്റെ അധ്യക്ഷൻ ഗഫൂർ സാഹിബ്, ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംരംഭത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവന്റെ നിരവധി നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും പ്രസ്ഥാന ബന്ധുക്കളെയും നമ്മോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരെയും നാം ഇഷ്ടപ്പെടുന്നവരെയും നമ്മെ പ്രിയം വെക്കുന്നവരെയും നമ്മോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സുന്നി യുവജന സംഘം വെള്ളയിൽ ശാഖ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ മതവിജ്ഞാന വേദി അനുഗ്രഹീതരായ രണ്ട് പ്രധാന വ്യക്തിത്വങ്ങളുടെ നഗരിയിൽ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. സുന്നി യുവജന സംഘത്തിനും സമസ്തക്കും ഈ മഹല്ല് ജമാഅത്തിനും ദീർഘനാളത്തോളം സേവനമനുഷ്ഠിച്ച പ്രിയപ്പെട്ട യു മുഹമ്മദ് കോയ സാഹിബും സിറ്റി SKSSFന്റെ പ്രസിഡന്റായും പള്ളിയുടെ ജുമാഅത്ത് പള്ളിയുടെ ജനറൽ സെക്രട്ടറിയായും ഒട്ടേറെ കാലം ഇസ്ലാമിക ദഅവാ പ്രവർത്തനത്തിന് ഈ പ്രദേശത്തും മറുനാട്ടിലും നെടുന്തൂണായി വർത്തിച്ച പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് ഫർഷാദിന്റെയും നാമധേയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർ ചെയ്ത സകലമാന സൽക്കർമ്മങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അവർ ഇരുവരുടെയും നമ്മുടെ ബന്ധുക്കളായി മരണപ്പെട്ടു പോയവരുടെയും ഖബറിടത്തിൽ എന്തെങ്കിലും ശിക്ഷകളുണ്ടെങ്കിൽ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവന്റെ നിരവധി നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗത്തിൽ അല്ലാഹു നമ്മയും അവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുന്നി യുവജന സംഘം വെള്ളയിൽ ശാഖ കമ്മിറ്റിയുടെ ഈ മതവിജ്ഞാന വേദി അനുഗ്രഹീതമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒട്ടേറെ തിരക്കിൻ്റെ ഇടയിലും കേരളത്തിൻ്റെ ഇങ്ങോളമുള്ള നെട്ടോട്ടത്തിൻ്റെ ഇടയിലും നമ്മുടെ ഈ വിജ്ഞാനവേദി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നത് വെള്ളയിൽ പ്രദേശത്തുകാരുടെ
ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തം കുറിക്കപ്പെടാൻ വേണ്ടിയാണ്. ഒരർത്ഥത്തിൽ ഏറെ ത്യാഗം ചെയ്തുകൊണ്ട് വേണം അത്തരമൊരു മഹൽ വ്യക്തിത്വങ്ങളെ നമുക്കൊക്കെ ഉദ്ഘാടനത്തിന് വേണ്ടി ലഭിക്കാനെങ്കിലും വെള്ളയിൽ പ്രദേശത്തുകാർക്ക് ആ ഒരു സൗഭാഗ്യം കിട്ടി എന്നത് നമ്മുടെ മതവിജ്ഞാന സദസ്സ് തുടർന്നങ്ങോട്ടെല്ലാം വിജയിക്കും എന്നതിൻ്റെ ശുഭലക്ഷണമാണ്. ഈ ഉദ്ഘാടനം അനുഗ്രഹീതമായതുപോലെ തന്നെ അടുത്ത നാളുകളിൽ ഇത് വിജയിച്ചു കിട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നേരത്തെ അധ്യക്ഷ പ്രസംഗികൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗാനമേളകളുടെയോ സംഗീത കച്ചേരികളുടെയോ